ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. കടം കൊണ്ടുവരയുന്നവർ, മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങളുള്ളവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവാണ്. എന്നാലേ 4 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങളെ തേടി വരും. നിങ്ങൾ തോൽക്കില്ല, ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം മാറിമറിയും. സമാധാനം അള്ളാഹു നിങ്ങൾക്ക് തരും. ഇത് പഠിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ 4 കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടോയെന്നൊന്ന് പരിശോധിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ജീവിതം അങ്ങ് കെട്ടിപ്പടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം എന്താണെന്ന് അറിയണം. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇതിന്റെ അഹ്ലുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിന്റെ ബറക്കത്തുണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവൻ ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറണം. നമ്മൾ ചിന്തിക്കുമ്പോൾ കൊച്ചു പ്രയാസങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. മക്കളില്ല എന്നുള്ള പ്രയാസം, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കച്ചവടത്തിൽ നഷ്ടം, ഇങ്ങനെ ഇതൊക്കെ അനുഗ്രഹമല്ല, ഇതൊക്കെ പടച്ചവന്റെ പരീക്ഷണമാണ്, പ്രയാസമാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിട്ട് നമ്മുടെ ജീവിതമാകെ തകർന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയട്ടെ, അവൻ റബ്ബുൽ ആലമീനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റബ്ബ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല. എനിക്കെന്താണോ ഗുണം, എനിക്കിപ്പോ മക്കളില്ലാതിരിക്കലാണ് ഗുണം, അതുകൊണ്ടായിരിക്കാം പടച്ചവൻ എനിക്ക് മക്കളെ തരാത്തത്. എനിക്കിപ്പോ അബോഷനായിരിക്കും ഗുണം, അതുകൊണ്ടാണ് പടച്ചവൻ എനിക്ക് അബോഷൻ തന്നത്. അപ്പോൾ എന്ത് കാര്യവും അള്ളാഹുവിന്റെ നിഅമത്താണെന്ന് മനസ്സിലാക്കി ആ പരീക്ഷണം ഒരു ലാഭമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയായി മാറും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർബഉൻ ഇദാ കുന്ന ഫീ, നിങ്ങളിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, 4 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പിന്നെ ഇതൊന്നൊരു വിഷയമല്ലാതായി മാറും. ദുനിയാവിലും ആഖിറത്തിലും പടച്ചോൻ നിങ്ങൾക്ക് സമാധാനം തരും. അങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റും. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഒന്നാമത്തെ കാര്യം എന്താണ്? സിദ്ഖുൽ ഹദീസ്, സത്യം സംസാരിക്കലാണ്. സത്യം പറയലാണ്. സംസാരിക്കുമ്പോൾ സത്യം പറയാം. ഇക്കാക്ക എവിടെയാണ്? ഓഫീസിലാണ്. എടി ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയൊക്കെയാണ്. അങ്ങനെ പറയരുത്. കളവുകൾ പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. സത്യം നമ്മുടെ നാവിൽ നിന്ന് സത്യം വരണം. നമ്മുടെ കുഞ്ഞുമക്കള് നമ്മൾ സത്യം പറയുന്നത് കണ്ടു പഠിക്കണം. ചെറിയ കള്ളങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾ കാണുക പറയുമ്പോൾ ആ കുട്ടികൾ പിന്നീട് കള്ളം പറയാൻ തുടങ്ങും. നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വലുതായി നമ്മോട് കളവുകൾ പറഞ്ഞ് നമ്മെ പറ്റിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. അത് എത്രമേൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ജീവിതത്തിൽ വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞോ. കൂനൂ മഅസ്വാദിഖീൻ. അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നില്ലേ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം. കള്ളന്മാരുടെ കൂടെ നിൽക്കരുത്, വഞ്ചിക്കുന്നവരുടെ കൂടെ നിൽക്കരുത്, തട്ടിപ്പ് നടത്തുന്നവരുടെ കൂടെ നിൽക്കരുത്. സത്യം പറയുന്ന ആളുകളോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, സത്യം പറയുന്ന ഒരു വായ, ഒരു നാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, കളവ് മൂടിവെക്കുന്ന അല്ലെങ്കിൽ കളവ് പറയാത്ത ഒരു നാവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തോൽവി തരില്ല, നിങ്ങൾ വിജയിക്കുമെന്ന് പഠിപ്പിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ടാമത്തത് ഹിഫ്ദുൽ അമാന. നമ്മളോടൊരു കാര്യം ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് സൂക്ഷിക്കുക. അമാനത്ത് മുതൽ സൂക്ഷിക്കുക. ഒരാൾ ഒരു സാധനം തന്നുകൊണ്ട് പോയി, 1-2 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും, എടി ഞാൻ മറ്റേ തന്ന സാധനം, ഏത് സാധനം, നീയൊന്നും തന്നിട്ടില്ലല്ല. ഇങ്ങനെ പറയുന്ന ആളുകളില്ലേ, മുനാഫിക്കുകളാണ്. വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവർ കപടന്മാരാണ്, മുനാഫിക്കുകളാണ്. നരകത്തിൽ കാഫിറിന് കിട്ടുന്ന നരകത്തേക്കാൾ ഏറ്റവും അടിത്തട്ടിൽ കിടക്കേണ്ട മുനാഫിക്കുകളാണവർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും ഒരാളെ പറ്റിക്കരുത്. അമാനത്ത് അത് ചിലപ്പോൾ വിശ്വസിച്ച് പറയണ വാക്കുകളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വർത്താനായിരിക്കും. ഒരാൾ നമ്മളോട് പറയും, എടി ഞാനില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയടി, ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നോട് പറയാം. നീ ആരോടും പറയരുത് കേട്ടോ, നീ ഒരാളോടും പറയരുത്, ഞാൻ നിന്നെ വിശ്വസിച്ച് പറയാൻ. എടി പറഞ്ഞു, ഞാൻ ആരോടും പറയൂല. ഇവള് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ
രാത്രി സമയപ്പോഴത്തേക്കും ഇവളുടെ കെട്ടിയോൻ, അതായത് ഈ പറയപ്പെട്ട ആളുടെ കെട്ടിയോൻ വീട്ടിലേക്ക് വരും. ക്യാക്ക, ഒരു രഹസ്യം പറയാനുണ്ട്, വേറെ ആരോടും പറയരുതട്ടാ, എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അവള് പറഞ്ഞു തന്നേക്കണത്. ഇത് നമ്മൾ കെട്ടിയോനോട് പറയും, ഇല്ലേ? കെട്ടിയോനോട് പറയും. അപ്പൊ തന്നെ പച്ച ഹറാമ്. നമ്മുടെ തോൽവി അവിടെ തുടങ്ങി. ഒരാൾ വിശ്വസിച്ച് പറഞ്ഞ വാക്ക് മറ്റൊരാളോട് പറയാൻ പാടില്ല. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചേക്കാണ്, ഉമ്മച്ചിയെ, നമ്മുടെ അയലോക്കത്തുള്ള മറ്റേ പെണ്ണില്ലേ, അവക്കടെ ജീവിതത്തില് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടാ. ഉമ്മച്ചി ആരോടും പറയരുതട്ടാ, എന്നോട് വിശ്വസിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചേക്കണതാണിത്, വേറെ ആരോടും പറയരുന്നാ പറഞ്ഞേക്കണത്. അടിപൊളി, ഉമ്മച്ചി കിട്ടി. ഉമ്മച്ചി വേഗം ഉമ്മച്ചിയുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി വിളിക്കുമ്പോ തന്നെ, എടി നീ അറിഞ്ഞ നമ്മുടെ പുള്ളിയുടെ വീടിന്റെ അടുത്തുള്ള മറ്റേ പെണ്ണില്ലേ, അന്ന് കല്യാണത്തിലേക്ക് വന്ന പെണ്ണ്, അവൾ അങ്ങനെയാണ്, നീ ആരോടും പറയരുതട്ടാ, പുള്ള ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞേക്കണത്. ഇങ്ങനെയുള്ള സ്വഭാവം പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവർ തോറ്റുപോകും. ഇവർ തോറ്റുപോകുമെന്ന് പഠിപ്പിക്കുന്നത് മുത്തനബിയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം കേട്ടോ, അള്ളാഹിനോട് തെറ്റ് പറയണം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, ഒരാൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യം, ഒരാൾ നമ്മളെ ഏൽപ്പിച്ച അമാനത്ത്, അത് വാക്കാകട്ടെ ഒരു വസ്തു ആകട്ടെ, നമ്മളത് മറ്റുള്ളവർക്ക് ഒറ്റ കൊടുക്കുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല. ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഈ സ്വഭാവം നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ആരാ? വഹയിന്റെ നാവല്ലേ. വഹിയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി പറയുന്നതപ്പോ അള്ള പറഞ്ഞു കൊടുത്തതാണ് അല്ലേ? അപ്പൊ നമ്മുടെ ലൈഫിൽ ഇത് ഉണ്ടാക്കണം. മൂന്നാമത്തേത് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം, സൽസ്വഭാവം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സൽസ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി എന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എന്താണ് ഇസ്ലാം? ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. പിന്നെയും ചോദിക്കാം, നബി എന്താണ്? അപ്പോഴും പറയാം നല്ല സ്വഭാവം. പിന്നെയും ചോദിക്കാം, എന്താ നബി ഇസ്ലാം എന്ന് പറഞ്ഞാൽ? നല്ല സ്വഭാവം. ഒരുപാട് തവണ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ല തഗ്ളബ്, നീ ദേഷ്യപ്പെടാതിരിക്കലാണ്. അന്യായമായി ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെ സൽസ്വഭാവികളാണോ? അല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാൻ എളുപ്പം കെട്ടിയോളോടാണ്. കാരണം അവൾ തിരിച്ച് നമുക്കിട്ട് ഒരെണ്ണം ഇടിക്കൂലല്ലോ. തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പുള്ളിടത്തേ നമ്മൾ ദേഷ്യപ്പെടുള്ളൂ. അല്ലാത്തടത്ത് നമ്മൾ നല്ല പാവം കുട്ടികളാണ്. മക്കളോട്, ഭാര്യയോട് അകാരണമായി ദേഷ്യപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, വലിയ ദേഷ്യക്കാരനായിട്ട്. അല്ല തഗ്ളബ്, അങ്ങനെ ഒരു സ്വഭാവം മുസ്ലിമിന് ചേർന്നതല്ല. ദീനിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടുക, കാരണമുള്ളപ്പോൾ ദേഷ്യപ്പെടുക. അതും ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ വായിലൊരു തെറിയൊക്കെ വിളിച്ചുകൊണ്ട്. ഒരുത്തൻ ഒരു കമന്റ് ഞാൻ കണ്ടു, എടാ മോനെ, മറ്റേ മോനെ, മറിച്ച മോനെ, തൗഹീദിലേക്ക് വാടാ. എന്തൊരു ഇസ്ലാമിലേക്കുള്ള ക്ഷണിക്കണ പോലെ നോക്കിയേ. എല്ലാ താടിയും നല്ല താടിയല്ല. താടി കണ്ടാൽ കുറെ കള്ളത്താടിയുണ്ട്, നല്ല താടിയുണ്ട്. അത്തരത്തിലൊരു കള്ളത്താടിയാണ്. ഇങ്ങനെ ഡാഷും അതുപോലെ തന്നെ നല്ല പൂക്കളെയൊക്കെ വിരിയിച്ചുകൊണ്ട് എല്ലാം വിളിച്ചിട്ട് തൗഹീദിലേക്ക് വടാ. ഇതാണോ അള്ളാന്റെ ദീൻ? ഇങ്ങനെയാണോ അബൂജലിന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ്, എടാ ഡാഷ് മോനെ, ഇസ്ലാമിലേക്ക് വന്നണ്ടോ നീ എന്നാണോ പറഞ്ഞത് അവിടെ? അപ്പൊ ഇത് ഇസ്ലാം എന്താണെന്ന് ഈ ചങ്ങാതിമാർക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ചർളം, അകാരണമായി കോപിക്കരുത്, മോശം വർത്താനൊന്നും വായിൽ വരരുത്, സൽസ്വഭാവം ഉണ്ടാകണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതില് സൽസ്വഭാവത്തിന്റെ വ്യത്യസ്ത മേഖലകൾ പറയുന്നുണ്ടോ? എന്ന് അള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കലാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാന്റെ പൊരുത്തം. നിസ്കരിക്കുമ്പോൾ ഇനിയിപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അല്ലല്ല, അള്ളാന്റെ പൊരുത്തം. എന്ത് വിഷയത്തിൽ അള്ളാന്റെ പൊരുത്തം? സൂറത്തിൽ വാക്യം ഓതാൻ എന്തിനാ ഓതനെ? അത് ദാരിദ്ര്യം ഇല്ലാണ്ടാവാൻ അല്ല മോളെ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഓതുക. അപ്പൊ അള്ളാഹ് ദാരിദ്ര്യം ഇല്ലാതാക്കി തരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ നല്ല സ്വഭാവത്തിൽ, സൽസ്വഭാവത്തിൽ പെട്ടതാണ് അള്ളാന്റെ തീരുമാനം തൃപ്തിപ്പെടുക. ഞാൻ പറഞ്ഞില്ലേ, റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലകനാണ് അള്ളാഹ്. ആ റബ്ബ് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ്. അതായത് എനിക്കൊരു രോഗം തന്നാലും അൽഹംദുലില്ലാ, കുഞ്ഞിനെ തന്നാലും അൽഹംദുലില്ലാ, അബോഷൻ തന്നാലും അൽഹംദുലില്ലാ. അള്ളാഹു താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരാതിരിക്കുമാറാകട്ടെ. എന്തിലും അള്ളാഹുവിന്റെ, നമ്മുടെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ തൃപ്തിയായി മാറുക കേട്ടോ. മറ്റൊന്ന് അസ്വബ്റു ഇൻദൽ ബലാ, സൽസ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ബലാ മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കുക. അള്ളാഹു അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കേണ്ടെന്നൊന്നുമല്ല. രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം, ആത്മീയമായ ചികിത്സ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കണം, ഒക്കെ നോക്കാം. അത് പക്ഷേ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ എന്നെ മാത്രം ഇട്ട് ഇടങ്ങേറാക്കിയാണ്, കെട്ടിക്കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയ വേദനയാണ്, അന്ന് തുടങ്ങിയ വേദന ഇന്നും തീർന്നിട്ടില്ല, എന്നെ മാത്രം പടച്ചോൻ ഇങ്ങനെ ഇട്ട് ഇടങ്ങേറാക്കണം എന്തിനാ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് സൽസ്വഭാവത്തിൽ പെട്ടതല്ല. ക്ഷമിച്ചുകൊണ്ട് ഡോക്ടറെ കാണാം, നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ വശുക്രു ഇൻദ നിഅമ, സൽസ്വഭാവത്തിൽ പെട്ട മറ്റൊന്നാണ്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അൽഹംദുലില്ലാ പറയാം. കെട്ടിയവൻ കഷ്ടപ്പെട്ട്
ഒരു ഗിഫ്റ്റ്, ചെറിയൊരു മോതിരം മേടിച്ചുകൊണ്ട് വന്നേക്കാണ് ആനിവേഴ്സറി. കയ്യിലേക്ക് കിട്ടിയും ഭയങ്കര ആവേശത്തോടെ തുറക്കാണ്. ഇതൊള്ള സ്വർണ്ണല്ലേ, ഇത് മുക്കാണല്ല, വേണ്ട, എനിക്കിഷ്ടമല്ല, ഒരറ്റ അടി കൊടുക്കണം. ആ ഒരു എന്താ പറയാ, നിങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്ന മനസ്സുള്ളൊരു കെട്ടിയവന് കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് പറയണതിന് വരും. അപ്പോൾ സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ഇനി റബ്ബിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി, പടച്ചോൻ തന്ന അനുഗ്രഹം അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലതുണ്ട്? ഓരോ ശ്വാസത്തിലും അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശ്വാസം ഒന്ന് നിന്നു പോയാലുള്ള അവസ്ഥ എന്താണ്? ഈ ശ്വാസം ഒന്ന് നിന്നു പോയാലുള്ള അവസ്ഥ എന്താണ്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ ശ്വാസത്തിനും അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങിയാൽ നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് സമയം ഉണ്ടാവുമോ? അപ്പം ആ ബോധ്യം നമ്മിലുണ്ടാവുക. അതുപോലെ തന്നെ ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുക, നല്ല നിലക്ക് പെരുമാറുക. അതുപോലെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്കുക. അങ്ങനെയാണല്ലോ. ചില ആൾക്കാരുണ്ട്, നമ്മൾ കല്യാണത്തിന് ഇപ്പം 500 കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 1000 കൊടുത്തിട്ടുണ്ടോ, അവർ നമ്മുടെ കുട്ടിയുടെ കല്യാണത്തിന് ഇപ്പം 500 തന്നുള്ളൂ. ഓ, എന്തൊരു മനുഷ്യനല്ലേ, നമ്മൾ 1000 കൊടുത്തിട്ട് 500 തന്നേക്കണത്. മോശമാണത്. ഒരു മനുഷ്യനോടുള്ള ബന്ധം ചേർക്കണതിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാകരുത്, അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർക്കുക. ബാക്കി അവർ തരുകയാണെങ്കിൽ തന്നോട്ടെ, അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കണം. അല്ലാതെ കണക്ക് നോക്കിയിരിക്കുന്ന സ്വഭാവം മുഅ്മിനിന് ചേർന്നതല്ല. അതുപോലെ സോഫ്റ്റായി സംസാരം, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ സൽസ്വഭാവത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്ന് സത്യം പറയുക, അമാനത്ത് സൂക്ഷിക്കുക. 3-മത്തത് സൽസ്വഭാവം. 4-മത്തത് ഭക്ഷണത്തിലുള്ള സുരക്ഷിതത്വമാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം വല്ലാതെ വർദ്ധിക്കും. അതെങ്ങനെയാ? ഭക്ഷണത്തിലെ ഒരു സുരക്ഷിതത്വം, ഹലാൽ കഴിക്കുക. ചില ആൾക്കാർ കൊള്ളയും അതുപോലെ തന്നെ ഈ പറ്റിക്കലും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിള്ളേർക്കും മക്കൾക്കും തീറ്റിക്കുകയാണ്. ഈ മക്കളും ഈ കെട്ടിയോളും അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഉപകരിക്കണ്ടേ? ഈ മക്കൾ ഉപകരിക്കണ്ടേ? പുറംകാലുകൊണ്ട് തട്ടും. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി എന്താ പറഞ്ഞനുസരിക്കാത്തത്? നിങ്ങളെങ്ങനെയാ ഭക്ഷണം കൊടുക്കൽ? പറഞ്ഞു വന്നപ്പോൾ അപ്പടി ഹറാമാണ് കുഞ്ഞ് തിന്നേക്കണത്, പിന്നെ എങ്ങനെ അനുസരിക്കണേ? പിന്നെ എങ്ങനെ അനുസരിക്കുക? അതുകൊണ്ട് ഹലാല് കൊടുക്കണം കുട്ടികൾക്ക്. ഹലാല് നമ്മൾ കഴിക്കണം. ഹലാല് വെള്ളം, ഹലാലായ വെള്ളം, ഹലാലായ ഭക്ഷണം, ഹലാലായ വസ്ത്രം, എല്ലാം ഹലാലായ പൈസ. വീട്, താമസിക്കുന്ന വീട് ഹലാലായിരിക്കണം. പണയത്തിനും അതുപോലെ തന്നെ പലിശക്ക് കൊടുത്ത വീടുകളൊന്നും ആകരുത്. ഹലാല വാടകയ്ക്ക് താമസിച്ചു, അൽഹംദുലില്ലാഹ്, സമാധാനം കിട്ടും. അള്ളാഹു സമാധാനം ഇറക്കി തരും. അപ്പോൾ ഈ പറയുന്ന 4 ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ ഇന്നു മുതൽ അതൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി മാറി നോക്കിയാൽ നമ്മൾ വിജയിക്കും, നമ്മൾ തോൽക്കില്ല. അള്ളാഹു നമ്മളെ കൈപിടിക്കും. അള്ളാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇന്നത്തെ ചോദ്യം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. ഇസ്മായിൽ നബിയുടെ സഹോദരൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൻ്റെ പറഞ്ഞതിൻ്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എക്സാമുകൾ കാത്തിരിക്കുന്നവരുണ്ട്, എക്സാമുകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഉന്നത വിജയം തരണേ അല്ലാ. പടച്ചവനെ, എല്ലാ മേഖലയിലും ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.